രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ സർക്കാർ അധികാരമേറ്റു. ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിയ കുമാരി, പ്രേംചന്ദ് ഭൈരവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. मैं भजनलाल शर्मा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ജയ്പൂരിലെ ആൽബർട്ട് ഹാളിൽ നടന്ന ചടങ്ങിലാണ് രാജസ്ഥാന്റെ 15ാമത് മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ ചുമതലയേറ്റത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ദിയ കുമാരി, പ്രേംചന്ദ് ഭൈരവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു. मैं दिया कुमारी ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं राजस्थान राज्य के उप मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരും ചടങ്ങിന് സാക്ഷിയായി. മുൻ മുഖ്യമന്ത്രിയും BJP ദേശീയ ഉപാധ്യക്ഷയുമായ വസുന്ധര രാജെ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട് എന്നിവരും ചടങ്ങിനെത്തി. കേരളത്തിൽ നിന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും ജയ്പൂരിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. 200 അംഗ നിയമസഭയിൽ 115 സീറ്റ് നേടിയാണ് BJP രാജസ്ഥാനിൽ ഭരണത്തിലേറിയത്. രാജസ്ഥാനിലെ BJPയുടെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. 1990-ൽ ഭൈരോൺ സിംഗ് ഷെഖാവത്തും 2003-ലും 2013-ലും വസുന്ധര രാജയുമാണ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ജനം, ഡൽഹി.